ഹായ് ഫ്രണ്ട്സ്, ജസ്റ്റ് എവറിത്തിങ് എന്നൊരു പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുകയാണ് സിമ്പിൾ സ്വീറ്റ് കോൺ റെസിപ്പി. ഇത് ആർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിനെ ഞാൻ എടുത്തിരിക്കുന്നത് 3 മീഡിയം സൈസ് കോണാണ്. റെസിപ്പിയുടെ പേരാട്ടോ സ്വീറ്റ് കോൺ, ഇതിനെ പറയുക കോൺ എന്നാണ്. അപ്പോൾ ഇതാ ഞാനിങ്ങനെ റോ ആയിട്ട് തന്നെയാണ് ഈ ഒരു കോണിനെ അതിൻ്റെ അല്ലിയായിട്ട് വേർപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് വെച്ചാൽ വേവിച്ചിട്ടും വേർപ്പെടുത്താം, ഈസി വേവിച്ചിട്ട് വേർപ്പെടുത്തുന്നത് തന്നെയാണ്. പിന്നെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഹാർഡായിട്ടുള്ള കോൺ വാങ്ങാതെ നോക്കുക. കാരണം കേരളത്തിൽ അതാ കൂടുതൽ കിട്ടുക. നല്ല സോഫ്റ്റും ജ്യൂസി ആയിട്ടുള്ള കോൺ വാങ്ങാൻ നോക്കുക, അതായത് കൂടുതൽ മൂക്കാത്തത്, അത് മൂപ്പ് കൂടാത്തത്. അപ്പോൾ നമുക്കിങ്ങനെ വേർപ്പെടുത്താം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമുള്ള ചേരുവകൾ നോക്കാം. നമുക്കിത് നേരത്തെ 3 കോൺ ഉണ്ട്, അതിങ്ങനെ വേർപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, സോൾട്ടഡ് ബട്ടർ അല്ലെങ്കിൽ കോമൺ ബട്ടർ. ഓക്കെ, നമുക്ക് വെളുത്ത കുരുമുളക് പൊടി അല്ലെങ്കിൽ കറുത്ത കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളം. ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മല്ലിച്ചപ്പും വേണേ. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു കോൺ വേവിക്കാൻ പാകത്തിന് പറ്റിയൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ആ കോൺ ഈ പാത്രത്തിലേക്ക് ചേർക്കുകയാണ്. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും. ഓക്കെ, ഉപ്പും വെള്ളം കോണാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ വെച്ച് വേവിക്കുന്നത്. ബാക്കിയുള്ള ചേരുവകളൊക്കെ നമ്മൾ ലാസ്റ്റേ ചേർക്കുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉപ്പൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ തന്നെ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ തുറന്നിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതിനെ 10 മിനിറ്റോളം അടച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതിനെ വേവിച്ചെടുക്കണം. കൂടുതൽ വേവ് കൂടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ തന്നെ നമ്മൾ 10 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഗോവയിൽ ഈ ഒരു ഡിഷ് വളരെ ഫേമസ് ആണ്, ഒരു ഫേമസ് സ്ട്രീറ്റ് ഫുഡ് തന്നെയാണ് ഈ ഒരു കോണ്. ഫെസ്റ്റിവലിനൊക്കെ ഇതിൻ്റെ ഒരു സ്റ്റോൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വാട്ടറിയാണ് ഇവിടുത്തെ ഈ ഒരു ഡിഷ്. അതുകൊണ്ടായിട്ട് കുറച്ച് വെള്ളം കൂടുതൽ. ഇനി നമ്മൾ ആവശ്യത്തിന് സോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ നിങ്ങൾക്ക് എത്ര വെച്ചിടാം, പക്ഷേ സോൾട്ടഡ് ബട്ടർ ആവുകൊണ്ടാണ് ഇത് കുറച്ചിട്ടിരിക്കുന്നത്, ഉപ്പ് കൂടാതിരിക്കാൻ. ബട്ടറും കുറച്ചിട്ടാൽ മതി, കൂടുതൽ നല്ലതല്ല. അപ്പോൾ നമ്മൾ ആ ബട്ടറിനൊന്ന് മെൽട്ടാക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകളും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് മതി, അതുകൊണ്ടാട്ടോ അത്ര കുരുമുളക് പൊടി ഇട്ടിട്ടുള്ളൂ. നിങ്ങളുടെ എരിവ് എത്രയാണ് നിങ്ങൾക്ക് വേണ്ട അത്ര ഇടാം. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് യോജിപ്പിക്കാം. നമ്മുടെ അവസാനമായിട്ട് നമുക്ക് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. പിന്നെ വേണമെച്ചാൽ നിങ്ങൾക്ക് നാരങ്ങ ഇടാം. നാരങ്ങ അതൊരു ഹാഫ് നാരങ്ങ ഇടാം, അത് കുറച്ചും കൂടി ഡിലീഷ്യസ് ആവും. ഓക്കെ, പക്ഷെ ഇവിടെ ആർക്കും അത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാട്ടോ ഇടാത്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ നന്നായിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ബോറൊക്കെ അടിച്ചിരിക്കുന്ന സമയം, ഭയങ്കര ലേസി ഡേ ഒക്കെയാണ്, അപ്പോൾ നിങ്ങൾക്ക് അടിപൊളി ഈവനിങ് സ്നാക്കൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, വെരി സിമ്പിളാണ്. വീട്ടിൽ ആവശ്യമുള്ള ചേരുവകൾ മാത്രം മതി, ഉള്ള ചേരുവകൾ മാത്രം മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും വരാം. ബൈ.